ഹരി ഓം. ബ്രാഹ്മണന്റെ മരിച്ചുപോയ കുഞ്ഞുങ്ങളെ അന്വേഷിച്ച് വൈകുണ്ഠത്തിലെത്തിയ ശ്രീകൃഷ്ണാർജുനന്മാർ ദർശിച്ച മഹാവിഷ്ണുവിൻ്റെ രൂപം നമുക്കും കണ്ടു നോക്കാം. മഹാമണിവ്രാത കിരീടകുണ്ടല പ്രഭാപരിക്ഷിപ്ത സഹസ്രകുന്തളം പ്രലംബചാർവഷ്ടഭുജം സകൗസ്തുഭം ശ്രീവത്സലക്ഷ്മം വനമാലയാവൃതം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് നാരായണീയം ദശകം 88 സന്താനഗോപാലം. വൃത്തം ശ്രദ്ധര. ശ്ലോകം 1. പ്രാഗേവാചാര്യപുത്രാ ഹൃദി നിശമനയാ സ്വീയഷട്സൂനുവീക്ഷാം കാംചന്ദ്യാമാതുരുക്ത്യാ സുതലഭുവി ബലിം പ്രാപ്യതേനാർപ്പിതാംസ്തം ദാതുശാപാദ്ഹിരണ്യാന്വിതകശിപു ഭവാൻ ശൗരിജാൻ കംസഭഗ്നാൻ ആനീയൈനാൻ പ്രദർശ്യ സ്വപദമനയഥാ പൂർവപുത്രാൻ മരീച്ചേ. പ്രാഗ് ഏവ മുൻപ് തന്നെ ആചാര്യപുത്ര ആചാര്യപുത്രനെ ആഹൃതി നിശമനയ കൊണ്ടുവന്നത് കേട്ടവളായി. സ്വീയ തന്റെ ഷഡ്സൂനുവീക്ഷാം 6 പുത്രന്മാരെ വീക്ഷിക്കാൻ കാണാനായിട്ട് കാംക്ഷ്യന്ത്യ കാക്ഷിക്കുന്നവളായ മാധുർ മാതാവിന്റെ അതായത് ദേവകിയുടെ ഉക്ത്യ ഉക്തങ്ങളെ വാക്കുകളാൽ സുതലഭുവി സുതല ലോകത്തെത്തി ബലിം പ്രാപ്യ മഹാബലിയെ പ്രാപിച്ചു. തേനാർപ്പിതാം ത്വം അദ്ദേഹത്താൽ ആ മഹാബലിയാൽ അങ്ങ് ബഹുമാനിതനായിട്ട് ധാതുശാഭാത് ദാതാവിന്റെ ബ്രഹ്മാവിന്റെ ശാപത്താൽ ഹിരണ്യാന്വിത കശിപു ഹിരണ്യപദം ചേർന്ന കശിപു ഹിരണ്യകശിപുവിൽ നിന്ന് ഭവാൻ ഭവിച്ചവരും പുത്രരായി പിറന്നവരും ശൗരിജാൻ പിന്നെ വസുദേവ പുത്രരായി പിറന്നവരും കംസഭഗ്നാൻ കംസനാൽ വധിക്കപ്പെട്ടവരും ആയ ആനീയ ഏനാൻ അവരെ ആനയിപ്പിച്ചിട്ട് പ്രദർശിപ്പിച്ച് സ്വപഥം അനയഥ സ്വസ്ഥാനത്തേക്ക് അയച്ചു. പൂർവപുത്രാൻ മരീചീർഷിയുടെ പൂർവപുത്രന്മാരായിരുന്ന ഇവരെ. ശ്ലോകാർത്ഥം. സാന്ദീപനി ആചാര്യന്റെ പുത്രനെ യമനിൽ നിന്ന് വീണ്ടെടുത്ത് നൽകിയത് കേട്ടിട്ട് മുൻപ് തന്റെ 6 മരിച്ചുപോയ പുത്രന്മാരെ കാണാൻ ആഗ്രഹിച്ചിരുന്ന മാതാവ് ദേവകിയുടെ വാക്കനുസരിച്ച് അങ്ങ് ശ്രീകൃഷ്ണൻ സുധാലയത്തിൽ ചെന്ന് മഹാബലിയെ പ്രാപിച്ചു. അങ്ങ് മഹാബലിയാൽ പൂജിതനും ബഹുമാനിതനുമായി. മഹാബലി അങ്ങേക്ക് സമർപ്പിച്ചവരും ബ്രഹ്മാവിന്റെ ശാപം മൂലം അസുരരായി ഹിരണ്യകശിപുവിന്റെ പുത്രരായി ജനിച്ചവരും പിന്നീട് വസുദേവ പുത്രരുമായി ജനിച്ച് കംസനാൽ വധിക്കപ്പെട്ടവരും മരീചി മഹർഷിയുടെ മുൻ പുത്രരുമായ അവരെ കാണിച്ചു കൊടുത്ത് പിന്നെ അവരെ സ്വസ്ഥാനത്തേക്ക് തന്നെ പറഞ്ഞയച്ചു. പണ്ട് ആദ്യത്തെ സ്വായംഭൂവന്വന്തരത്തിൽ ബ്രഹ്മപുത്രനായ മരീചി മഹർഷിക്ക് പൂർണ്ണയത്ന പത്നിയിൽ 6 പുത്രന്മാരുണ്ടായിരുന്നു. ബ്രഹ്മാവ് സരസ്വതി ദേവിയെ സൃഷ്ടിച്ചപ്പോൾ കാമവികാരത്തിന് വശംഗതനായി സ്വപുത്രിയെ ആലിംഗനം ചെയ്യാൻ തുടങ്ങവേ ഈ മരീചി പുത്രന്മാർ അത്യധികമായി മറ്റു ദേവന്മാരോട് ചേർന്ന് ബ്രഹ്മാവിനെ പരിഹസിച്ച് ചിരിച്ചു. ഇത് കണ്ട് കുപിതനായ ബ്രഹ്മാവ് ഇവർ അസുരയോനിയിൽ ജനിക്കാൻ ഇടവരട്ടെ എന്ന് ശപിച്ചു. ആ മരീചി പുത്രന്മാർ 6 പേരും ഹിരണ്യകശിപുവിന്റെ പുത്രരായി പ്രഹ്ലാദന്റെ ജ്യേഷ്ഠ സഹോദരന്മാരായി ജനിച്ചു. പിന്നെ യോഗമായ ശക്തി അവരെ ദേവകിയുടെ ജഠരത്തിലേക്ക് നയിച്ചു.
അവരെ പിന്നീട് കംസൻ സംഹരിച്ചു. അവർ പിന്നെ ശാപവിമുക്തരായി ദേവലോകത്തേക്ക് തന്നെ പോകുകയും ചെയ്തു. ശ്രീകൃഷ്ണ ബലരാമന്മാർ സുതലത്തിൽ നിന്ന് ആ 6 പുത്രരെയും എടുത്ത് ദ്വാരകയിൽ വന്ന് മാതാവിന് സമർപ്പിച്ചു. പുത്രരെ കണ്ടപ്പോൾ സ്നേഹാതുരയായ ദേവകി ആ ബാലന്മാരെ മടിയിൽ പിടിച്ചിരുത്തി പലവരു ചുംബിച്ചു. ഭഗവാൻ ശ്രീകൃഷ്ണൻ പാനം ചെയ്ത അവശിഷ്ട പ്രസാദസ്തന്യത്തെ നുകർന്നുകൊണ്ട് അവർ പൂർവജന്മ ജ്ഞാനം നേടി. അവർ ദേവകീ വസുദേവരെയും ശ്രീ ഗോവിന്ദനെയും ബലരാമനെയും നമസ്കരിച്ച് സർവജനങ്ങളും നോക്കി നിൽക്കെ ദേവലോകത്തേക്ക് തന്നെ തിരിച്ചുപോയി. ഇതെല്ലാം ശ്രീകൃഷ്ണ പരമാത്മാവിന്റെ മായാവിലാസങ്ങളാണെന്ന് ദേവകിക്ക് മനസ്സിലാകുകയും ചെയ്തു. ശ്ലോകം 2. വൃത്തം വസന്തമാലിക. ശ്രുതദേവ ഇതി ശ്രുതം ദ്വിജേന്ദ്രം ബഹുലാശ്വം നൃപതിം ച ഭക്തിപൂർണം യുഗപത്വമനുഗ്രഹീതു കാമോ മിഥിലാം പ്രാപിത താപസൈ സമേതഃ. ശ്രുതദേവ ഇതി ശ്രുതം, ശ്രുതദേവൻ എന്ന് കീർത്തികെട്ട ദ്വിജേന്ദ്രം ബ്രാഹ്മണ ശ്രേഷ്ഠനെയും ബഹുലാശ്വം നൃപതിം ച, ബഹുലാശ്വൻ എന്ന രാജാവിനെയും ഭക്തിപൂർണം, ഭക്തിയാൽ സമ്പൂർണരായ, ഭക്തോത്തന്മാരായ, തികഞ്ഞ ഭക്തിയുള്ളവരായ, യുഗപത് ഒരേ സമയത്ത്, ത്വം അങ്ങ്, അനുഗ്രഹീതു കാമോ അനുഗ്രഹിക്കാൻ അങ്ങ് ആഗ്രഹിച്ചിട്ട്, മിഥിലാം പ്രാപിത മിഥിലാ രാജ്യത്തെ പ്രാപിച്ചു, താപസൈ സമേത താപസന്മാരാൽ സമേതനായി. ശ്ലോകാർത്ഥം. ശ്രുതദേവൻ എന്ന് പ്രസിദ്ധനായ ബ്രാഹ്മണ ശ്രേഷ്ഠനെയും ബഹുലാശ്വൻ എന്ന തികഞ്ഞ ഭക്തിയുള്ള മിഥിലാ നൃപനെയും ഒരേ സമയത്ത് അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നവനായി അങ്ങ് താപസന്മാരോടൊത്ത് മിഥിലയെ പ്രാപിച്ചു. ശ്രീകൃഷ്ണന്റെ പരമഭക്തനും ശാന്തചിത്തനും ആശയറ്റവനുമായ ശ്രുതദേവൻ എന്ന ബ്രാഹ്മണ ശ്രേഷ്ഠൻ ഗൃഹസ്ഥാശ്രമിയായി മിഥിലയിൽ വസിച്ചു പോന്നു. യാദൃച്ഛികമായി വന്നുചേരുന്ന ആഹാരം കൊണ്ട് തൃപ്തനായി ഭഗവാനെ ഉപാസിച്ച് കഴിഞ്ഞു വരികയായിരുന്നു. അതുപോലെ തന്നെ ഉത്തമ ശ്രീകൃഷ്ണ ഭക്തനും അഹങ്കാരമൊട്ടുമില്ലാത്തവനുമായ ജനകവംശത്തിൽ പിറന്ന ബഹുലാശ്വൻ എന്ന രാജാവ് മിഥിലാ രാജ്യത്തെ പാലിച്ചു പോന്നു. അവർ ഇരുവരിലും ഭഗവാൻ ശ്രീകൃഷ്ണൻ അതീവ പ്രസന്നനായി. ഇരുവരെയും ഒരേ സമയം അനുഗ്രഹിക്കാനായി ശ്രീകൃഷ്ണൻ മുനി സമൂഹത്തോടൊത്ത് തേരിൽ കയറി വിദേഹ രാജ്യത്തിലേക്ക് പോയി. അക്കൂട്ടത്തിൽ നാരദർ, വാമദേവൻ, അത്രി, ദ്വൈപായനൻ, ഭാർഗവരാമൻ, അസിതൻ, അരുണി, ശുകമുനി, ബൃഹസ്പതി, കണ്വൻ, മൈത്രേയൻ, ശവനൻ മുതലായ ഋഷികളും ഭഗവാനോടൊത്ത് പുറപ്പെട്ടു പോയിരുന്നു. അങ്ങനെ മുനിമാരോടൊത്ത് യാത്ര ചെയ്യുന്ന ഭഗവാൻ ശ്രീകൃഷ്ണനെ രാജവീതിയിലെ പൗരാവലികൾ പൂജാദ്രവ്യങ്ങളുമായി ഉദിച്ചുയരുന്ന സൂര്യനെ പോലെയുള്ള ഭഗവാനെ കണ്ട് ആദരിച്ചു. ഭഗവാന്റെ മുഖാരവിന്ദത്തിൽ നിന്നൊഴുകുന്ന സൗന്ദര്യരൂപമായ അമൃതനെ അവരുടെ നേത്രങ്ങൾ കൊണ്ട് പാനം ചെയ്ത് അവർ പരമാനന്ദ നിമഗ്നരായി. ബഹുലാശ്വനും ശ്രുതദേവനും പ്രഭുവിന്റെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചു. അവർ അഞ്ജലി ബന്ധം ചെയ്ത് ഭഗവാൻ തങ്ങളുടെ ഗൃഹങ്ങളിൽ ഭോജനത്തിനായി വരണമെന്ന് അപേക്ഷിച്ചു. ശ്ലോകം 3. വൃത്തം വസന്തതിലകം. ഗച്ഛന്തി മൂർത്തിരുഭയോ യുഗപത്നികേതം ഏകേന ഭൂരി വിഭവൈർവിഹിതോപചാരഃ അന്യേന തദ്ദിനഭൃതൈശ്ച ഫലൗദനാദേഹി തുല്യം പ്രസേദിത ദദാത ച മുക്തിമാഭ്യാം. ഗച്ഛൻ പോകുന്നവനായി, ദ്വിമൂർത്തിർ രണ്ടു ശരീരങ്ങളോടെ, രണ്ട് രൂപങ്ങളോടെ, ഉഭയോർ രണ്ടുപേരുടെയും,
യുഗപത് ഒരേ സമയം, നികേതം ഭവനത്തിൽ വാസസ്ഥലത്ത്, ഏകേന ഒരാൾ, ഭൂരി വിഭവൈർ ധാരാളം വിഭവങ്ങളെ കൊണ്ട്, വിഹിത ഉപചാര ഉപചാരം ചെയ്തു, അന്യേന ഇനി മറ്റൊരാൾ, അതായത് ശ്രുതദേവൻ എന്ന ബ്രാഹ്മണൻ, തദ്ദിന വൃതച ആ ദിവസം തന്നെ സംഭരിച്ച, ഫല ഔധന ആദ്യൈ ഫലങ്ങൾ, ചോറ് തുടങ്ങിയവയാലും, തുല്യം പ്രസേദിത തുല്യമായി പ്രസാദിച്ചു, ഇരുവരിലും ഒരുപോലെ ഭഗവാൻ ശ്രീകൃഷ്ണൻ പ്രസാദിച്ചു. ദദാദച മുക്തിം ആഭ്യാം ഇവർ ഇരുവർക്കും മുക്തിയെ ദാനം ചെയ്യുകയും ചെയ്തു. ശ്ലോകാർത്ഥം: രണ്ടു ശരീരം സ്വീകരിച്ച് ഇരുവരുടെയും ഗൃഹത്തിലേക്ക് ഒരേ സമയം തന്നെ ശ്രീകൃഷ്ണൻ മുനി പരിവാരത്തോടെ എഴുന്നള്ളി. ബഹുലാശൻ എന്ന മിഥിലാരാജൻ സമർപ്പിച്ച നിരവധി വിഭവങ്ങളിലും ശ്രുതദേവൻ എന്ന ബ്രാഹ്മണൻ അന്നേ ദിവസം തന്നെ സംഭരിച്ച ഫലം, ചോറ് എന്നിവയാലുള്ള ഉപചാരങ്ങളാലും ശ്രീകൃഷ്ണൻ ഇരുവരിലും തുല്യമായി പ്രസാദിച്ചു. രണ്ടുപേർക്കും പ്രായേണ മുക്തി നൽകുകയും ചെയ്തു. അവർ രണ്ടുപേരും, ആ ഭക്തന്മാർ രണ്ടുപേരും ഏകകാലത്ത് തന്നെ ക്ഷണിച്ചതിനെ ഒരേ സമയത്ത് തന്നെ സ്വീകരിക്കാനും ഇരുപേർക്കും പ്രിയം ചെയ്യുവാനുമായി രണ്ടു രൂപം ധരിച്ച് രണ്ടുപേരുടെയും ഭവനത്തെ ഭഗവാൻ ഏകസമയത്ത് പ്രാപിച്ചു. ബഹുലാശ്വരാജൻ ഏവർക്കും ഉത്കൃഷ്ടങ്ങളായ ആസനങ്ങൾ നൽകി സ്വീകരിച്ചു, നമസ്കരിച്ചു. അവരുടെ പാദക്ഷാളനം ചെയ്ത ജലം ശിരസിൽ ധരിച്ചു. ചന്ദനം, പൂമാല, വസ്ത്രം, ഭൂഷണങ്ങൾ, ധൂപം, ദീപം ഇവയാൽ ഈശ്വരന്മാരായ അവരെ പൂജിച്ചു. ഭഗവത് പാദങ്ങളെ മടിയിലെടുത്ത് മെല്ലെ തലോടി. എന്നിട്ട് രാജാവ് ഭഗവാനെ കീർത്തിച്ച് സ്തുതിച്ചു. ഭഗവാൻ അവരെയെല്ലാം ആനന്ദിപ്പിച്ച് അവിടെ വസിച്ചു. ശ്രുതദേവൻ തന്റെ ഭവനത്തിലെത്തിയ ഭഗവാനെയും മുനികളെയും നമസ്കരിച്ച് ആനന്ദ ചിത്തനായി. ഉത്തരീയം മേലോട്ടെറിഞ്ഞ് ചാടിക്കളിച്ചു. ദർഭ വിരിച്ച് ആസനമൊരുക്കി പാദക്ഷാളനം ചെയ്ത് എല്ലായിടത്തും അഭിഷേകം ചെയ്തു. തുളസി, താമര എന്നീ പുതുപുഷ്പങ്ങളും നെല്ലിക്ക, മാതളം എന്നീ ഫലങ്ങളും കൊണ്ട് നിവേദിച്ചു. സത്വപ്രധാനമായ ഭക്ഷണങ്ങൾ വിളമ്പി. പിന്നെ കുടുംബാംഗങ്ങളോടൊത്ത് ഭഗവാന്റെ പാദങ്ങളെ തലോടാനും പിന്നെ ഭഗവാനെ കീർത്തിക്കുവാനും തുടങ്ങി. ഭഗവാൻ ശ്രുതദേവനെ ചൂണ്ടിപ്പറഞ്ഞു, ഇതുപോലെ എന്റെ ഭക്തരെയും പൂജിക്കണം. ബഹുലാശനോടും ഭഗവാൻ ബ്രാഹ്മണശ്രേഷ്ഠന്മാരെ പൂജിക്കണമെന്ന് ഉപദേശിച്ചു. ഭഗവാൻ ഇരുവരിലും ഒരുപോലെ പ്രസാദിച്ചു. ഇരുവരും മോക്ഷം നേടുകയും ചെയ്തു. ശ്ലോകം 4. വൃത്തം ശ്രദ്ധര. ഭൂയോധദ്വാരവത്യാം ദ്വിജതനയമൃതിം തത്പ്രലാപാനവിത്വം കോ വാ ദൈവം നിരുന്ധ്യാത് ഇതി കില കഥയൻ വിശ്വവോഢാപ്യസോഢാഃ ജിഷ്ണോർഗർവം വിനേതും ത്വയി മനുജധിയാ കുണ്ഠിതാം ചാസ്യ ബുദ്ധിം തത്വാരൂഢാം വിധാതും പരമതമപദ പ്രേക്ഷണേനേതി മന്യേ. ഭൂയ അത ഭൂയോധ പിന്നെ വീണ്ടും വീണ്ടും ഉണ്ടായ ദ്വാരവത്യാം ദ്വാരകയിൽ ദ്വിജതനയമൃതിം ബ്രാഹ്മണന്റെ പുത്രന്മാരുടെ മരണവും തത്പ്രലാഭാനഭി ആ ബ്രാഹ്മണന്റെ വിലാപനങ്ങളും ത്വം ശ്രീകൃഷ്ണൻ കോവാ ആരാണ്, ആർക്കാണ്, ദൈവം ദൈവവിധിയെ നിരുന്ധ്യാത് ഇതി തടയാൻ കഴിയുക എന്നിങ്ങനെ ഇല കഥയൻ പറഞ്ഞുവത്രേ. വിശ്വവോടാ അഭി വിശ്വത്തെ മുഴുവൻ വഹിക്കുന്നവനാണെങ്കിലും അസോടാഹ സഹിച്ചു. ജിഷ്ണോർ ഗർവം ജിഷ്ണുവിന്റെ അർജുനന്റെ അഹങ്കാരത്തെ വിനേതും നീക്കാൻ കളയാൻ തൊയി
അങ്ങയിൽ ശ്രീകൃഷ്ണനിൽ മനുജതിയ മനുഷ്യനാണ് എന്ന ചിന്തയാൽ കുണ്ഠിതാം ചൈതന്യം നശിച്ച് ച അസ്യ ബുദ്ധിം ഇവന്റെ ബുദ്ധിയെയും തത്വാരൂഢാം തത്വത്തെ പരമജ്ഞാനത്തെ പ്രതിഷ്ഠിതമായവനായി വിധാതും തീർക്കുന്നതിനും ചെയ്യുന്നതിനും പരമതമപദ പ്രേക്ഷണേന പരമതമമായ പദം വൈകുണ്ഠത്തിന്റെ പ്രേക്ഷണേന ദർശനം കൊണ്ട് ഇതി മന്യേ എന്ന് ഞാൻ ധരിക്കുന്നു. ശ്ലോകാർത്ഥം. പിന്നീട് ദ്വാരകാപുരിയിൽ ഒരു ബ്രാഹ്മണന്റെ വീണ്ടും വീണ്ടുമുണ്ടായ പുത്രന്മാരുടെ മരണവും ആ ബ്രാഹ്മണന്റെ വിലാപങ്ങളും അങ്ങ് വിശ്വത്തെയാകെ വഹിക്കുന്ന വിശ്വംഭരനാണെങ്കിലും ദൈവവിധിയെ ആർക്ക് ഉല്ലംഘിക്കാൻ കഴിയും എന്ന് പറഞ്ഞ് സഹിച്ചു അത്രേ. വീരനായ അർജുനന്റെ അഹങ്കാരത്തെ നശിപ്പിക്കാനും മനുഷ്യനെന്ന് കരുതി കെട്ടുപോയ അർജുനന്റെ ബുദ്ധിയെ പരമപദമായ വൈകുണ്ഠ ദർശനത്താൽ തത്വാരൂഢനാക്കുന്നതിനുമാണ് ഭഗവത് ശ്രമം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അക്കാലത്ത് ദ്വാരകാപുരിയിലെ ഒരു ബ്രാഹ്മണന്റെ പത്നി പ്രസവിച്ച 8 പുത്രന്മാരും ജനിച്ച ഉടനെ മരണപ്പെട്ടു. പുത്രന്മാർ നഷ്ടപ്പെട്ട ബ്രാഹ്മണൻ ദുഃഖാർത്തനായി വിലപിച്ച് ശ്രീകൃഷ്ണനെ സങ്കടമുണർത്തിച്ചു. ഭഗവാൻ ശ്രീകൃഷ്ണൻ വിശ്വംഭരനാണ്, പ്രപഞ്ചത്തെയാകെ സൃഷ്ടിച്ച് പാലിക്കുന്നവനാണ്. എന്നിട്ടും ദൈവവിധി ആർക്ക് തടയാനാകും എന്ന് പറഞ്ഞ് ബ്രാഹ്മണനെ ആശ്വസിപ്പിച്ചതല്ലാതെ ഒന്നും ചെയ്തില്ല. ആ ബ്രാഹ്മണന്റെ വിലാപവും പരിവേദനവും ശ്രീകൃഷ്ണൻ സഹിച്ചു. നാരായണ ഋഷിയായ ശ്രീകൃഷ്ണന്റെ ഈ ഭാവം തന്റെ സഖാവും നാരായണ ഋഷിയുടെ സത്വരൂപവുമായ ആ അർജുനന്റെ മതാന്തകാലത്തെ നിഹനിക്കാനും അദ്ദേഹത്തെ ഉദ്ധരിക്കാനും ഉത്കൃഷ്ടനാക്കാനും ആണ് എന്ന് ശ്രീ ഭട്ടതിരിപ്പാട് കരുതുന്നു. ശ്ലോകം 5 മുതൽ 8 വരെ. വൃത്തം ശ്രദ്ധര. ശ്ലോകം 5. നഷ്ടാഷ്ടാസ്യ പുത്ര പുനരഭിതവധൂപേക്ഷയാ കഷ്ടവാദക സ്പഷ്ടോ ജാതോ ജനാനാം അതതദവസരേ ദ്വാരകാമാരപാർത്ഥക മൈത്ര്യാ തത്രോഷിതോസൗ നവമസുതമൃതൗ വിപ്രവർയ പ്രരോദം ശ്രുത്വാ ചക്രേ പ്രതിജ്ഞാം അനുപകൃതസുത സന്നിവേക്ഷ്യ കൃശാനം. നഷ്ട അഷ്ട അസ്യ പുത്ര അദ്ദേഹത്തിന്റെ 8 പുത്രന്മാരും നഷ്ടപ്പെട്ടപ്പോൾ മരിച്ചുപോയപ്പോൾ പുനർ അഭി പിന്നീടാകട്ടെ തവതു ഉപേക്ഷയ അങ്ങയുടെ ഉപേക്ഷ കൊണ്ട് കഷ്ടവാദ കഷ്ടം കഷ്ടം എന്ന വാക്ക് സ്പഷ്ടോ ജാതോ സ്പഷ്ടമായി ഉണ്ടായി ജനാനാം ജനങ്ങളുടെ ഇടയിൽ അഥ പിന്നെ തദ് അവസരേ ആ അവസരത്തിൽ ദ്വാരകാം ആരപാർത്താഹ പാർത്ഥൻ അർജുനൻ ദ്വാരകയിലെത്തി മൈത്രിയ മൈത്രി കൊണ്ട് സ്നേഹബന്ധം കൊണ്ട് ശ്രീകൃഷ്ണനുമായുള്ള മൈത്രി കൊണ്ട് തത്ര ഉഷിത അസൗ അവിടെ വസിച്ച അർജുനൻ നവമ സുധാ മൃതൗ 9ാമത്തെ പുത്രനും മരിച്ചപ്പോളത്തെ വിപ്രവൈദ്യപ്രരോധം വിപ്രവൈദ്യന്റെ ബ്രാഹ്മണശ്രേഷ്ഠന്റെ ഉച്ചത്തിലുള്ള രോദനം ശ്രുത്വാ കേട്ടിട്ട് ചക്രയെ പ്രതിജ്ഞാം പ്രതിജ്ഞയെ ചെയ്തു അനുപമ ഹൃദപുസുധ ഇനിയുണ്ടാകുന്ന പുത്രനെ രക്ഷിക്കാൻ ആയില്ലെങ്കിൽ സന്നിവേശ്യേ ഞാൻ സന്നിവേശം ചെയ്യുന്നുണ്ട് പ്രവേശനം ചെയ്യുന്നുണ്ട് കൃശാനും അഗ്നിയെ. ശ്ലോകാർത്ഥം. ഈ ബ്രാഹ്മണന് 8 പുത്രന്മാർ പിറന്ന ഉടനെ മരിച്ചു. എന്നിട്ടും ഭഗവാൻ ശ്രീകൃഷ്ണൻ ഉപേക്ഷ കാണിക്കുന്നു എന്ന് ജനങ്ങൾക്കിടയിൽ ഇത് കഷ്ടമായി എന്ന അഭിപ്രായം സ്പഷ്ടമായി തന്നെ ഉണ്ടായി. ഈ സന്ദർഭത്തിൽ അർജുനൻ ദ്വാരകയിലെത്തി. ശ്രീകൃഷ്ണനുമായുള്ള മൈത്രി മൂലം ദ്വാരകയിൽ തന്നെ വസിച്ചു.
ബ്രാഹ്മണന്റെ 9ാമത്തെ പുത്രനും മരിച്ചപ്പോൾ ആ ബ്രാഹ്മണൻ ഉച്ചത്തിൽ നിലവിളിക്കുന്നത് കേട്ടിട്ട് ആ ബ്രാഹ്മണന്റെ ഇനിയുണ്ടാകുന്ന പുത്രനെ രക്ഷിക്കാൻ ആയില്ല എങ്കിൽ താൻ അഗ്നിപ്രവേശം ചെയ്യും എന്ന് അർജുനൻ പ്രതിജ്ഞ ചെയ്തു. ഋഷിതുല്യനായ ഒരു ബ്രാഹ്മണന്റെ പത്നി പ്രസവിച്ച ഉടനെ കുഞ്ഞു മരിച്ചുപോയി. ഈ കുഞ്ഞിന്റെ മൃതദേഹം വഹിച്ച് ആ ബ്രാഹ്മണൻ രാജഗോപുരത്തിലെത്തി വിലപിക്കാൻ തുടങ്ങി. ബ്രാഹ്മണദ്വേഷിയും വഞ്ചകനും വിഷയാസക്തനുമായ രാജാവാണ് ഈ ക്ലേശത്തിന് കാരണഭൂതൻ എന്നിങ്ങനെ ആരോപിച്ചു. അദ്ദേഹത്തിന്റെ 8ാമത്തെ പുത്രനും പ്രസവ സമയത്തു തന്നെ മരിച്ചപ്പോഴും ആ ബ്രാഹ്മണൻ രാജാവിന്റെ ദോഷമാണ് ഈ ക്ലേശത്തിന് കാരണമെന്നും പുത്രന്റെ മൃതശരീരം വഹിച്ച് ദ്വാരത്തിൽ വന്ന് വിലപിച്ചിരുന്നു. ശ്രീകൃഷ്ണനാകട്ടെ ഇത് ദൈവഹിതമാണ്, ആർക്കെങ്കിലും മാറ്റാൻ കഴിയുമോ, ഇത് എടുക്കാൻ കഴിയുമോ എന്ന് പറഞ്ഞ് ആ ബ്രാഹ്മണ വിലാപത്തെ സഹിച്ചു. അക്കാലത്ത് അർജുനൻ ശ്രീകൃഷ്ണനെ സന്ദർശിക്കാൻ ദ്വാരകയിലെത്തി. അവിടെ വസിക്കുന്ന സമയം ഈ ബ്രാഹ്മണ ശ്രേഷ്ഠന്റെ 9ാമത്തെ പുത്രനും കാലഗതി അടഞ്ഞു. ബ്രാഹ്മണൻ കുമാരന്റെ മൃതദേഹവുമായി രാജഗോപുര ദ്വാരത്തിലെത്തി രാജാവിനെ ദീക്ഷിച്ച് വിലപിക്കാൻ തുടങ്ങി. അപ്പോൾ അർജുനൻ ബ്രാഹ്മണനോട് പറഞ്ഞു, ഇവിടെ ഭരിക്കുന്നത് ബ്രാഹ്മണരാണ്, ഉശിരുള്ള ക്ഷത്രിയരിവിടെ ഇല്ല. അതിനാൽ ഹേ ഭഗവാൻ, അങ്ങയുടെ സന്താനത്തെ ഞാൻ രക്ഷിച്ചു തരാം. പ്രതിജ്ഞ പാലിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ അഗ്നിപ്രവേശം ചെയ്യും. ബ്രാഹ്മണൻ പറഞ്ഞു, ഇവിടെ ബലരാമൻ, ശ്രീകൃഷ്ണൻ, പ്രദ്യുപ്നൻ, അനിരുദ്ധൻ, ഇവർക്കൊക്കെ കഴിയാത്തത് താങ്കൾക്ക് കഴിയുമോ? അർജുനൻ പറഞ്ഞു, ഹേ ബ്രാഹ്മണ, ഞാൻ ബലരാമനല്ല, കൃഷ്ണനല്ല, പ്രദ്യുപ്നനും അനിരുദ്ധനുമല്ല. ഇത് ഗാണ്ഡീവധാരിയായ അർജുനനാണ്. കിരാതമൂർത്തിയായ കാലകാലനായ പരമശിവൻ എന്നിൽ പ്രീതനാണ്. ആ ബ്രാഹ്മണൻ സന്തോഷിച്ച് ഗൃഹത്തിലേക്ക് പോയി. 10ാമത്തെ പുത്രനെ പ്രസവിക്കാറായപ്പോൾ അർജുനനെ സമീപിച്ച് സന്താനരക്ഷ നടത്തണമെന്ന് അപേക്ഷിച്ചു. ഉടനെ അർജുനൻ ദേഹശുദ്ധി വരുത്തി സൂതികാഗൃഹത്തിലേക്ക് പോയി. ശ്ലോകം 6. മാനീസത്വാമഭൃഷ്ട്വാ ദ്വിജനിലയഗതോ ബാണജാലൈർമഖാസ്ത്രൈ രുന്ധാനസൂതികേകം പുനരഭി സഹസാ ദൃഷ്ടനഷ്ടേ കുമാരേ യാമ്യാമൈന്ദ്രീം ദധാന്യാ സുരവരനഗരീർ വിദ്യയാ സാധ്യ സദ്യോ മോഖോദ്യോഗപദിഷ്യൻ ഹുതഭുജി ഭവതാ സസ്മിതം വാരിതോ ഭൂ. മാനിയായ അഭിമാനിയായ അവൻ അർജുനൻ ത്വാം അപൃഷ്ട്വാ ശ്രീകൃഷ്ണനോട് ചോദിക്കാതെ ദ്വിജനിലയഗതോ ബ്രാഹ്മണന്റെ ഭവനത്തിൽ പോയി. ബാണജാലേർ മഹാസ്ത്രൈ ശര സമൂഹങ്ങളാലും മഹാ അസ്ത്രങ്ങളോടും കൂടി രുന്ദാന സൂതിഗേഹം ആ ഈറ്റില്ലത്തെ നിരോധിച്ചു. പുനർ അഭി എന്നിട്ടും സഹസാ പെട്ടെന്ന് ദൃഷ്ടനഷ്ടേ കുമാരഃ സന്താനം കണ്ടുമറഞ്ഞവനാകവേ യാമ്യാം യമന്റെ ഐന്ദ്രീം ഇന്ദ്രന്റെ തഥാ അന്യ അതുപോലെ മറ്റു സുരവര നഗരീർ ദേവശ്രേഷ്ഠ നഗരികളിലും വിദ്യയാ യോഗവിദ്യയാൽ ആസാദ്യ സദ്യോ വേഗത്തിൽ പ്രാപിച്ചിട്ട് പോയിട്ട് മോഘ ഉദ്യോഗ നിഷ്ഫലമായ ഉദ്യോഗത്തോടു കൂടിയവനായി പ്രതീക്ഷ്യൻ പതിക്കുന്നവനായി ഹൃദഭുജി അഗ്നിയിൽ ഭവത അങ്ങയാൽ കൃഷ്ണനാൽ സസ്മിതം പുഞ്ചിരിയോടെ വാരിത അഭൂത് തടയപ്പെട്ടവനായി ഭവിച്ചു. ശ്ലോകാർത്ഥം. സ്വാഭിമാനിയായ അർജുനൻ ഭഗവാനായ ശ്രീകൃഷ്ണനോട് പറയാതെ തന്നെ ബ്രാഹ്മണ ഗൃഹത്തിൽ പോയി ദിവ്യമായ ബാണങ്ങളെക്കൊണ്ടും അസ്ത്രങ്ങളെക്കൊണ്ടും സൂതിഗ്രഹത്തെ നിരോധിച്ചു. പിന്നെ പെട്ടെന്ന് ഉണ്ണി പിറന്ന് കാണപ്പെട്ട് ഉടനെ മറഞ്ഞു. അർജുനൻ യോഗൈശ്വര്യം കൊണ്ട് യമപുരം, സ്വർഗം, അതുപോലെ മറ്റു ദേവശ്രേഷ്ഠന്മാരുടെ നഗരങ്ങൾ എന്നിവിടങ്ങളിലെല്ലാം
വേഗത്തിൽ പോയിട്ട് ഉണ്ണിയെ അന്വേഷിച്ച് കണ്ടെത്താതെ ആ യത്നമെല്ലാം നിഷ്ഫലമായപ്പോൾ അഗ്നിയിൽ പതിക്കുവാൻ തുടങ്ങുമ്പോൾ ശ്രീകൃഷ്ണൻ പുഞ്ചിരി തൂകിക്കൊണ്ട് അർജുനനെ തടഞ്ഞു. അർജുനന്റെ ഗർവ് അടക്കി ഉത്കൃഷ്ടനാക്കണമെന്ന ശ്രീകൃഷ്ണ ഭഗവാനെ ഭാവനയാണ് ഇവിടെ പ്രാവർത്തികമാകുന്നത്. നാരായണ ഋഷി തന്നെയായ ശ്രീകൃഷ്ണനോടൊത്ത് നര ഋഷിയുടെ പുനർജന്മമായ അർജുനനാണല്ലോ സമീപം. നരനെ നാരായണനല്ലാതെ ആരാണ് പരിരക്ഷിക്കുക, ഉദ്ധരിക്കുക? ശ്ലോകം 7. സാർദ്ധം തേന പ്രതീചീം ദിശമതിജവിനാസ്യന്തനേനാഭിയാദോ ലോകാലോകം വ്യതീതഃ തിമിരഭരമഥോ ചക്രധാംനാ നിരുന്ധൻ ചക്രാം ശുക്ലിഷ്ടദൃഷ്ടിം സ്ഥിതമഥ വിജയം പശ്യ പശ്യേതി വാരാം പാരേ ത്വം പ്രാദദർശ കിമപി ഹി തമസാം ദൂരദൂരം പദം തേ. സാർദ്ധം തേന അദ്ദേഹത്തോടുകൂടി അർജുനനോടുകൂടി പ്രതീജ്യം ദിശം പടിഞ്ഞാറു ദിക്കിനെ അതിജവിന അതിവേഗത്തിൽ സെന്തനേന രഥത്തിലേറി അഭിയാതോ അഭിമുഖമായി പോയി ലോകാലോകം ചക്രവാളത്തിലൂടെ വ്യതിത കടന്ന് അതിക്രമിച്ച് തിമിരഭരം കൂരിരുട്ട് മുഴുവൻ അതോ ചക്രധാപ്ന സുദർശന ചക്രത്തിന്റെ തേജസ് കൊണ്ട് നിരുന്ധൻ നിരോധിച്ചിട്ട് ദുരീകരിച്ചിട്ട് ചക്രാംശു സുദർശന ചക്ര സ്ഫുരണങ്ങളാൽ ക്ലിഷ്ടദൃഷ്ടിം കണ്ണു കാണാത്തവനായി അഞ്ചിത നേത്രനായി സ്ഥിതം അത വിജയം സ്ഥിതസ്ഥനായ വിജയനെ പിന്നെ പശ്യ പശ്യ ഇതി നോക്കൂ നോക്കൂ എന്നിങ്ങനെ വാരാം പാരേ സപ്തസാഗരങ്ങൾക്കും അപ്പുറം ത്വം അങ്ങ് പ്രാദദർശ വ്യക്തമായി പ്രദർശിപ്പിച്ചു കിം അബീഹി എങ്ങനെ എന്ന് പറയാനാകാത്ത തമസാം ദൂരദൂരം തമോ ഗുണങ്ങൾക്ക് ദൂരെ ദൂരെയായ പദം തേ അങ്ങയുടെ ആസ്ഥാനത്തെ വൈകുണ്ഠത്തെ. ശ്ലോകാർത്ഥം. ശ്രീകൃഷ്ണൻ അർജുനനോടുകൂടി പടിഞ്ഞാറു ദിക്കിനെ അഭിമുഖമായി രഥത്തിലേറി പാഞ്ഞു. പിന്നെ ചക്രവാളവും പിന്നിട്ട് കുരിരുട്ടിന്റെ കൂട്ടത്തെ സുദർശന തേജസ് കൊണ്ട് നിരോധിച്ചു. സുദർശന ചക്ര തേജസ് പുലിംഗങ്ങളാൽ കാഴ്ചയ്ക്ക് ക്ലേശിക്കുന്ന കണ്ണുകളോടുകൂടിയ സ്ഥിതഗതനായ അർജുനനോട് നോക്കൂ നോക്കൂ എന്നിങ്ങനെ പറഞ്ഞ് സപ്തസാഗരങ്ങൾക്കുമപ്പുറം എങ്ങനെയെന്ന് പറയാനാകാത്ത തമോ ഗുണം ദൂരെ ദൂരെയായിരിക്കുന്ന അങ്ങയുടെ ആസ്ഥാനത്തെ വൈകുണ്ഠത്തെ വ്യക്തമായി പ്രദർശിപ്പിച്ചു കൊടുത്തു. ശ്രീകൃഷ്ണന്റെ ദിവ്യമായ രഥത്തിലേറി അർജുനനോടൊത്ത് കൃഷ്ണൻ സപ്തഗിരികളെയും സപ്തദ്വീപുകളെയും സപ്തസാഗരങ്ങളെയും ലോകാലോക പർവ്വതത്തെയും കടന്ന് ചക്രവാളത്തിലൂടെ സഞ്ചരിച്ചപ്പോൾ അതിഘോരമായ അന്ധകാരത്തെ ദർശിച്ചു. ഭഗവാന്റെ കുതിരകളായ ശൗമ്യം, സുഗ്രീവം, മേഘപുഷ്പം, ബലാഹകം എന്നീ 4 കുതിരകളും അന്ധകാരത്തിൽപ്പെട്ട് ഉഴറി. അപ്പോൾ കൃഷ്ണൻ സഹസ്ര ആദിത്യന്മാരോട് തുല്യമായ തന്റെ സുദർശന ചക്രത്തെ രഥത്തിനു മുമ്പിൽ സഞ്ചരിക്കാൻ കൽപ്പിച്ചു. ഈ സുദർശന ചക്ര രശ്മികളുടെ പ്രകാശധോരണിയിൽ കണ്ണു തുറക്കാനാകാതെ അർജുനൻ വിഷമിച്ചു. അവിടെ ശോഭയുള്ള വസ്തുക്കളെക്കാൾ ഏറെ ശോഭയുള്ള രത്നസ്തംഭ സഹസ്രങ്ങളാൽ പ്രകാശിക്കുന്ന അങ്ങയുടെ ആസ്ഥാനത്തെ വൈകുണ്ഠത്തെ ദർശിച്ചു. ശ്ലോകം 8. തത്രാസീനം ഭുജംഗാധിപശയനതലേ ദിവ്യഭൂഷായുധാദ്യൈ ആവീതം പീതചേലം പ്രതിനവജലദശ്യാമളം ശ്രീമദംഗം മൂർത്തീനാമീശിതാരം പരമികത് സൃണാമേകമർത്ഥം ശ്രുതീനാം
ത്വാമേവ ത്വം പരാത്മൻ പ്രിയസഖസഖിതോ നിമിതക്ഷേമരൂപം. തത്ര ആസീനം അവിടെ ആസനസ്ഥനായ ഭുജംഗാധിപ ഭുജംഗശ്രേഷ്ഠന്റെ ആദിശ്രേഷ്ഠന്റെ ശയനതലേ ശയ്യയിൽ ദിവ്യഭൂഷായുധാധൈർ ദിവ്യ അലങ്കാരാദികളാലും ദിവ്യ ആയുധാദികളാലും ആവീതം ആവർത്തനായി ചുറ്റപ്പെട്ട് ചാർത്തപ്പെട്ട് പീതചേലം മഞ്ഞപ്പട്ടാടയാൽ പ്രതിനവ ജലദശ്യാമളം പുതിയ കാർമേഘം പോലെയുള്ള ശ്യാമളവർണ്ണനായി ശ്രീമദ് അംഗം ശ്രീ ലക്ഷ്മീദേവി മതിക്കുന്ന കളിയാടുന്ന തിരുവുടലോടുകൂടി മൂർത്തീനാം എല്ലാ മൂർത്തികളുടെയും ഈശിതാരം അധിപനുമായ പരം ഇഹ ഇവിടെ എല്ലാറ്റിനും അപ്പുറത്തുള്ളവനും ലോകത്തിൽ സർവോത്കൃഷ്ടനും തൃസ്രാം ത്രിമൂർത്തികളിൽ ഏകം അർത്ഥം ഒരേ അർത്ഥമായവനും ശ്രുതീനാം വേദങ്ങളുടെ ശ്രുതി എന്ന് വെച്ചാൽ വേദം ത്വാം ഏവ അങ്ങേ തന്നെ അങ്ങു തന്നെയായ വൈകുണ്ഠനാഥനെ ത്വം പരാത്മൻ പരമാത്മസ്വരൂപനായ ഭഗവാനെ പ്രിയ സഖസഹിതോ പ്രിയ സുഹൃത്ത് അർജുനനോടൊപ്പം നേമിത നമസ്കരിച്ചു. ക്ഷേമരൂപം മോക്ഷസ്വരൂപനുമായ ഐശ്വര്യദായകനായ ശ്ലോകാർത്ഥം പരമാത്മസ്വരൂപിയായ ഹേ ഭഗവാനെ വൈകുണ്ഠത്തിൽ ആദിശേഷ ശയ്യയിൽ സ്ഥിതി ചെയ്യുന്നവനും ദിവ്യങ്ങളായ ഭൂഷണങ്ങളും ആയുധങ്ങളും ധരിച്ച് മഞ്ഞപ്പട്ടാള ചാർത്തി പുതുമേഘത്തിന്റെ ശ്യാമളവർണ്ണം പൂണ്ട് ലക്ഷ്മീദേവി കളിയാടുന്ന തിരൂടലോടുകൂടി ത്രിമൂർത്തികൾക്ക് നാഥനും സർവോത്കൃഷ്ടനും വേദങ്ങളുടെ ഏകസാരവുമായ മോക്ഷസ്വരൂപനായ വൈകുണ്ഠമൂർത്തിയെ അങ്ങു തന്നെ പ്രിയ സഖാവിനോടൊപ്പം നമസ്കരിച്ചു. വൈകുണ്ഠത്തിൽ കണ്ട ഈ ഭഗവത് സ്വരൂപത്തെ ഏകാഗ്രമായി ധ്യാനിക്കുക. ഓം നമോ നാരായണ എന്ന് 108 തവണ ചൊല്ലി ഭഗവത് തർപ്പണം ചെയ്യുക. സർവൈശ്വര്യം പ്രാപ്തമാക്കുക. ശ്ലോകം 9. വൃത്തം ശിഖരിണി. യുവാമാമേവ ദ്വാവധിക വിവൃതാന്തർഹിതതയാ വിഭിന്നൗ സന്ദ്രഷ്ടം സ്വയമകമഹർഷം ദ്വിജസുതാൻ നയേദം ദ്രാക്കേതാൻ ഇതി ഖലു വിതീർണാൻ പുനരമോൻ ദ്വിജായാദായാദ പ്രണുതമഹിമാ പാണ്ഡുജനുഷാ. യുവാം മാം ഏവം ധൗ ഞാൻ തന്നെയായ നിങ്ങളെ ഇരുവരെയും ശ്രീകൃഷ്ണനും അർജുനനും ഭഗവത് അവതാരങ്ങളായ നരനാരായണന്മാരായിരുന്നു. അധിക വിവൃത അധികമായി പ്രകടിക്കപ്പെട്ട അനാവൃതമായ തേജസ്സോടുകൂടിയ ശ്രീകൃഷ്ണൻ അന്തർഹിതയ അന്തർഹിതമായ മഹിമയോടുകൂടിയവനും ഉള്ളിൽ ഒതുങ്ങിയ പുറത്ത് പ്രകടിപ്പിക്കാത്ത മഹിമയോടുകൂടിയ അർജുനൻ വിഭിന്നൗ വിഭിന്നരായ സന്തൃഷ്ടും ദർശിക്കാനായി സ്വയം അഹം ഞാൻ തന്നെ അഹാർഷം അപഹരിച്ചു ദ്വിജസുതാൻ ആ ബ്രാഹ്മണപുത്രരെ നയേതം നയിച്ചോളൂ കൊണ്ടുപോയിക്കോളൂ ദ്രാഖ് വേഗത്തിൽ ഏതാൻ ഇതിഖലു എന്നിങ്ങനെ പറഞ്ഞ് വിതീർണാൻ കൊടുക്കപ്പെട്ട പുന അമൂൻ പിന്നെ അവരെ ആ ദ്വിജപുത്രരെ ദ്വിജായ ആദായ ബ്രാഹ്മണശ്രേഷ്ഠ പുത്രരെ സ്വീകരിച്ച് ആദ ബ്രാഹ്മണന് കൊടുത്തു. പ്രണുതമഹിമ മാഹാത്മ്യത്തെ പ്രകീർത്തിക്കപ്പെട്ട് പാണ്ഡുജനുഷ പാണ്ഡുപുത്രനായ അർജുനനാൽ. ശ്ലോകാർത്ഥം നിങ്ങൾ ഇരുവരും ഞാൻ തന്നെ ആണെങ്കിലും ഒരാൾ അത്യന്തം അനാവൃതമായ മാഹാത്മ്യം കൊണ്ടും മറ്റൊരാൾ അന്തർഹിതമായ മാഹാത്മ്യത്തോടും കൂടി വ്യത്യസ്തരായ നിങ്ങളെ രണ്ടുപേരെയും കാണുന്നതിന് ഞാൻ സ്വയമായി ഈ ബ്രാഹ്മണപുത്രരെ അപഹരിച്ചതാണ്. ഇവരെ വേഗത്തിൽ കൊണ്ടുപോയിക്കോളൂ എന്നിങ്ങനെ പറഞ്ഞ് തിരികെ കൊടുത്ത ഉണ്ണികളെ സ്വീകരിച്ച് പാണ്ഡുപുത്രനായ അർജുനനാൽ പുകഴ്ത്തപ്പെട്ട മഹാത്മ്യത്തോടുകൂടി ദ്വാരകയിൽ അങ്ങ് തിരികെ എത്തിയിട്ട് പ്രായാനുസാരമായ 10 ഉണ്ണികളെയും ബ്രാഹ്മണന് നൽകി സന്തോഷിപ്പിച്ചു.
ശ്രീകൃഷ്ണൻ ഈശ്വരനും അർജുനൻ ജീവനുമാകുന്നു. ശ്രീകൃഷ്ണൻ ശുദ്ധ സത്വാത്മാവാകുന്നു. അപ്പോൾ അർജുനൻ സത്വരജസ്തമോമയനാകുന്നു. ശ്ലോകം 10-11 വൃത്തം ശ്രദ്ധര. ശ്ലോകം 10. ഏവം നാനാവികാരൈർ ജഗദഭിരമയൻ വൃഷ്ണിവംശം പ്രപുഷ്ണൻ ഈജാനോ യജ്ഞഭേദൈ അതുലവിഹൃതിഭി പ്രീണയന്നേണ നേത്രാഹ ഭൂഭാരക്ഷേപദംബാദ് പദകമലജുഷാം മോക്ഷണായാവതീർണഃ പൂർണ്ണം ബ്രഹ്മൈവ സാക്ഷാത് യദുഷു മനുജതാ രൂഷിതസ്ത്വം വിലാസീഃ. ഏവം നാനാവിഹാരൈർ ഇപ്രകാരം നാനാവിധത്തിലുള്ള ലീലകളെ കൊണ്ട് ജഗത് അഭിരമയൻ ലോകത്തെ അഭിരമിപ്പിക്കുന്നവനായിട്ട്, ലോകത്തെയാകെ ആനന്ദിപ്പിക്കുന്നവനായിട്ട്, വൃഷ്ണിവംശം പ്രപുഷ്ണൻ യാദവകുലത്തെ പരിപോഷിപ്പിച്ചുകൊണ്ട് പരിപുഷ്ടമാക്കിക്കൊണ്ട് പുഷ്ടിപ്പെടുത്തിക്കൊണ്ട് ഈ ജാനു യജിക്കുന്നവനായി യജ്ഞഭേദൈർ പലതരത്തിലുള്ള യജ്ഞങ്ങളാൽ അതുല വിഹൃതിബി അതുലമായ അതുല്യമായ ലീലാവിലാസങ്ങളാൽ പ്രീണയൻ ഏണനേത്ര സുന്ദര മിഴിയാളികളെ സുന്ദരിമാരെ പ്രീണിപ്പിക്കുന്നവനായി ഭൂഭാരക്ഷേപദംബാദ് ഭൂഭാരത്തെ നശിപ്പിക്കുക എന്ന വ്യാജേന പദകമലജുഷാം അങ്ങയുടെ പാദകമലങ്ങളെ ആശ്രയിക്കുന്നവർക്ക് മോക്ഷണായാവതീർണഃ മോക്ഷം നൽകാനായി അവതരിച്ച പൂർണ്ണം ബ്രഹ്മമേവ പൂർണ്ണ ബ്രഹ്മം തന്നെയായ സാക്ഷാത്തായി യദുഷു യദുകുലത്തിൽ മനുജതാരൂക്ഷിത മനുഷ്യരൂപത്തിൽ ആലേപനം ചെയ്യപ്പെട്ടവനായി ത്വം വിലാസിഹി അങ്ങ് പ്രകാശിച്ചു കൊണ്ടിരുന്നു. ശ്ലോകാർത്ഥം. ഇങ്ങനെ പല ലീലാവിലാസങ്ങളും കൊണ്ട് ലോകത്തെയാകെ ആനന്ദിപ്പിച്ചും വൃഷ്ണിവംശത്തെ പരിപോഷിപ്പിച്ചും പലതരത്തിലുള്ള യജ്ഞങ്ങൾ യജിക്കുന്നവനുമായി അതുല്യമായ ലീലകളാൽ മാൻകണ്ണിമാരായ പത്നിമാരെ സന്തോഷിപ്പിക്കുന്നവനുമായി ഭൂഭാരത്തെ നശിപ്പിക്കുക എന്ന വ്യാജേന തന്റെ പാദഭക്തന്മാർക്ക് മോക്ഷം നൽകുന്നതിനു വേണ്ടി യദുകുലത്തിൽ അവതരിച്ച ശ്രീകൃഷ്ണൻ താൻ പൂർണ്ണബ്രഹ്മം തന്നെയായിരുന്നിട്ടും മനുഷ്യത്വത്തിന്റെ പുറംപൂച്ചോടുകൂടി പ്രത്യക്ഷമായി വിളങ്ങി. ശ്ലോകം 11. പ്രായേണ ദ്വാരവത്യാം അവൃതതൈതദാ നാരദസ്ത്വദ്രസാർദ്രഃ തസ്മാദ് ലേഭേ കദാചിത് ഖലു സുഹൃതനിധി ത്വത്പിതാ തത്വബോധം ഭക്താനാമഗ്രയായി സജ ഖലു പതിമാനുദ്ധവസ്ത്വത്ത ഏവ പ്രാപ്തോ വിജ്ഞാനസാരം സകില ജനഹിതായാധുനാസ്തേ ബദര്യാം. പ്രായേണ മിക്കവാറും ദ്വാരവത്യാം ദ്വാരകയിൽ അവൃതത് വസിച്ചിരുന്ന അയി അല്ലയോ തഥാ അക്കാലത്ത് നാരദമുനി ത്വത് രസാർദ്രഃ അങ്ങയിൽ ഭക്തിരസമുള്ളവനായി തസ്മാത് അദ്ദേഹത്തിൽ നിന്ന് ലേഭേ ലഭിക്കുന്നതിനായി കഥാചിത് ഒരിക്കൽ ഗലു സുഹൃതനിധി സുഹൃതത്തിന്റെ നിധിയായ സുഹൃതത്തിന് ഇരിപ്പിടമായ ത്വത്പിത അങ്ങയുടെ പിതാവ് തത്വബോധം തത്വജ്ഞാനം ഭക്തന്മാരിൽ അഗ്രയായി അഗ്രേസരനായ സച ഖലുമതിമാനുദ്ധവ ബുദ്ധിമാനായ ഉദ്ധവനും തത്വ ഏവ അങ്ങയിൽ തന്നെ ശ്രീകൃഷ്ണനിൽ നിന്ന് തന്നെ പ്രാപ്തോ പ്രാപിച്ചിട്ട് വിജ്ഞാനസാരത്തെ ആത്മജ്ഞാനത്തെ സകില ജനഹിതായ ലോകനന്മയ്ക്കായി അധുനാ ഇപ്പോൾ ആസ്തേ ബദര്യാം ബദരിയിൽ സ്ഥിതി ചെയ്യുന്നു. ശ്ലോകാർത്ഥം. അല്ലയോ ഭഗവാനെ അങ്ങയുടെ നേർക്കുള്ള ഭക്ത
രസാർദ്രത കൊണ്ട് നാരദ മഹർഷി മിക്കവാറും ദ്വാരകയിൽ തന്നെ വസിച്ചിരുന്നു. സുഹൃതനിധിയായ അങ്ങയുടെ പിതാവ് വസുദേവൻ ഒരിക്കൽ ആ നാരദരിൽ നിന്ന് തത്വജ്ഞാനം നേടുകയും ഉണ്ടായത്രേ. ഭക്തന്മാരിൽ അഗ്രേസരനും ബുദ്ധിമാനുമായ ഉദ്ധവൻ അങ്ങയിൽ നിന്ന് ആത്മജ്ഞാനം പ്രാപിച്ചവനായി ഇപ്പോൾ അദ്ദേഹം ലോകനന്മയ്ക്കായി ബദര്യാശ്രമത്തിൽ സ്ഥിതി ചെയ്യുന്നു അത്രേ. ശ്ലോകം 12. വൃത്തം ശ്രദ്ധര. സോയം കൃഷ്ണാവതാരോ ജയതി തവ വിഭോ യത്ര സൗഹാർദ്ദഭീതി സ്നേഹദ്വേഷാനുരാഗ പ്രഭൃതിഭിരതുലൈ ആശ്രമൈർയോഗഭേദൈഃ ആർത്തിം തീർത്വാ സമസ്താം അമൃതപദമഗുഃ സർവദഃ സർവലോകാഃ സ്വത്വം വിശ്വാർത്തിശാന്ത്यै പവനപുരപതേ ഭക്തിപൂർത്യൈ ച ഭൂയാഃ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീപൂർണത്രയീശാ ശരണം. സോയം സ പ്ലസ് അയം സോയം അങ്ങു തന്നെയായ കൃഷ്ണാവതാരോ കൃഷ്ണാവതാരം ജയതി വിജയിക്കുന്നു തവ വിഭോ ഹേ സർവജ്ഞനും സർവശക്തനുമായ ഭഗവാനെ എത്ര യാതൊന്നിൽ സൗഹാർദ്ദഭീതി സ്നേഹദ്വേഷ അനുരാഗ പ്രവൃത്തിഭിർ സൗഹാർദ്ദം ഭീതി സ്നേഹം ദ്വേഷം അനുരാഗം തുടങ്ങിയവയാൽ അതുലൈ അതുല്യമായ തുല്യതയില്ലാത്ത അശ്രമൈർ അശ്രമമായി ശ്രമം കൂടാതെ യോഗഭേദൈ യോഗഭേദങ്ങളെ കൊണ്ട് ആർത്തി തീർത്വാ എല്ലാ ദുഃഖങ്ങളെയും നീക്കിയിട്ട് സമസ്താം എല്ലാവരുടെയും അമൃതപദം മുക്തിപദത്തെ ആകൂ പ്രാപിച്ചു. സർവദ എല്ലായിടത്തുമുള്ള സർവലോകരും സത്വം അങ്ങ് ശ്രീകൃഷ്ണൻ വിശ്വാർത്തി ശാന്തൈ ലോകത്തിലെ എല്ലാ ദുഃഖങ്ങളുടെയും ശാന്തിക്കായി പവനപുരപതേ ഹേ ഗുരുവായൂരപ്പ ഭക്തി പൂർത്തയിച്ച ഭൂയാഹ ഭക്തിയുടെ പരിപൂർണതയ്ക്കായി ഭവിക്കേണമേ. ശ്ലോകാർത്ഥം. ഹേ വിഭുവായ ഭഗവാനെ ശ്രീകൃഷ്ണ അങ്ങയുടെ സമഗ്രാത്മകമായ പരമാത്മ ശ്രീകൃഷ്ണാവതാരം വിജയിച്ചരുളുന്നു. സൗഹാർദ്ദം ഭയം സ്നേഹം ദ്വേഷം അനുരാഗം തുടങ്ങി അതുല്യവും അശ്രമവുമായ യോഗഭേദങ്ങളാൽ സർവലോകത്തിലുമുള്ള സർവരും ആർത്തിയെ തരണം ചെയ്ത് അമൃതപദത്തെ പ്രാപിച്ചത് ഈ അവതാരത്താലാണ്. ഹേ ഗുരുവായൂരപ്പ അങ്ങ് എല്ലാ സന്താപങ്ങളുടെയും ശമനത്തിനും ഭക്തിയുടെ പരിപൂർണതയ്ക്കുമായി ഭവിക്കേണമേ. ശ്രീ ഗുരുവായൂരപ്പ ശരണം.